മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത്, ആ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, അവൻ അല്ലാഹു അവനെ വല്ലാതെ ഇഷ്ടപ്പെടുകയാ. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാ. അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ അവനെ രക്ഷപ്പെട്ടല്ലോ, അവന് യാതൊരു പേടിയും വേണ്ടല്ലോ, അവന് യാതൊരു പ്രയാസവും വേണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു കയറി കഴിഞ്ഞാൽ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. പിന്നെ വല്ലാത്ത ഒരു ഈമാനാണ്, പിന്നെ വല്ലാത്ത ഒരു ധൈര്യമാണ്. പടച്ചവനെ അവന്റെ കയ്യും കണ്ണും കാലുമെല്ലാം അല്ലാഹു ആകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമോ? വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ അനുയായികൾ വന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പ്രവാചകനായിട്ടില്ല. പടച്ചവനെ അവിടെ നിന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഇബ്രാഹിമിനൊരു വലിയ ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം. ഇബ്രാഹിം നബിക്ക് അവർ കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ പ്രബോധനവുമായിട്ട് ഇബ്രാഹിം നബി ഇറങ്ങിയപ്പോ, വിഗ്രഹങ്ങളെ തകർത്തു കളഞ്ഞപ്പോ, ഇബ്രാഹിം നബിയെ കൊല്ലുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത് എന്തെന്നറിയുമോ? ഒരു വലിയ ഒരു കുഴിയെടുക്കുകയാണ്, ഒരു ഭയാനകമായ ഒരു വലിയ കുഴിയെടുക്കുകയാണ്. എന്നിട്ട് ആ കുഴിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ. ഒരു ഭയാനകമായ തീക്കുണ്ടാരം ഉണ്ടാക്കുകയാണ്, ഒരു ഭയാനകമായ തീക്കുണ്ടാരം ഉണ്ടാക്കുകയാണ്. അല്ലാ, ചരിത്രം പറയുകയാ, ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു വീഴുകയാ. അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടാറ്. എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ്. ആ തീയിലേക്ക് ഇബ്രാഹിം നബിയെ എഴുതിടാൻ ഒരമ്പും ബില്ലും തയ്യാറാക്കി ഇബ്രാഹിം നബിയെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. വലിച്ചിങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ, അങ്ങനെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ. അപ്പോഴാണ് വരുന്നത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. മൂസ നബിയേ, ഒന്ന് അനുവാദം തരുമോ? ഞാൻ രക്ഷപ്പെടുത്താൻ നബിയേ, ഈ തീ ഞാൻ അണച്ചു കളയാൻ നബിയേ, ഞാൻ അങ്ങയെ സഹായിക്കട്ടെ. ആ സമയത്താണ് അല്ലാഹുവേ മൂസാ നബി പറയുന്ന, ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്റെ നാഥനുണ്ടല്ലോ, ആ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്റെ കാര്യം നോക്കാൻ എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ. പടച്ചവനെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആൻ പറയുകയാ. ഖുൽയാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അതാ ഇബ്രാഹിം നബി അവിടെ നിന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. എന്റെ പ്രിയ
പ്രിയപ്പെട്ടവരെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി. പടച്ചവനെ, അതാ മാസങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ, ശരീരത്തിലെ ഒരു രോമം പോലും കരയാതെ ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞു അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ, അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാ പിന്നെ അങ്ങനാ. അള്ളാഹുവിനവനെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തില് പ്രയാസം വരുമ്പോ, ജീവിതത്തില് ദുഃഖം വരുമ്പോ, കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ, പതറിപ്പോകല്ലേ. പഠിച്ചോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ നിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. സാമ്പത്തികമായി സർവ്വതും തകർന്നു. പടച്ചവനെ, തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ. ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ. ഒരുത്തനെ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ, ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ട് പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണേ, നാട്ടുകാരും കുടുംബക്കാരും നീ ചെയ്യാത്ത തെറ്റിന്റെ പേരില് നിന്നെ എല്ലാവരും വേദനിപ്പിക്കുമ്പോ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെങ്ങള്, നാട്ടുകാര് മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുമ്പോ വീടിനകത്ത് ഒതുപെടുത്തിട്ടും ഇരിക്കണം, വീടിനകത്ത് ഒതുപെടുത്തിട്ടും ഇരിക്കണം. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കണം. എന്നിട്ട് ആ നിസ്കരിച്ച മുസല്ലയിൽ ഇരുന്നിട്ട് ഒരു 3 പ്രാവശ്യം പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോ മോനെ നിസ്കാരപ്പായിലിരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായാൽ ആ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് പറയണം, ഹസ്ബുനല്ലാഹ്. എന്തേ പ്രതിഫലമെന്നറിയുമോ? ഇതാര് പറഞ്ഞതാണെന്നറിയുമോ? ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പോകുമ്പോ പറഞ്ഞ ദിക്റാ. അല്ലാഹു സഹായിച്ചതവിടെയാ, അല്ലാഹു സഹായിച്ചതവിടെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീബിക്ക് നിന്നെ പോലെ 20, 25, 30, 35 വയസ്സില്ല. ആയിഷ ബീബി ചെറിയ പെണ്ണാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് സൗബാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ആ സഹാബിയുമായിട്ട് ചേർത്ത് വെക്കുകയാണ്. സൗബാനും ആയിഷയും വ്യഭിചരിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ പോലും അവിടെ നിന്ന് വെറുതെ വിട്ടില്ല. പിന്നെയല്ലേ പള്ളിക്കരയിലെ പെണ്ണ്, നിന്നെ കുറിച്ച് നാട്ടുകാർ പറയുമ്പോ തകർന്നു പോകരുത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. ഭർത്താവ് മാത്രമല്ല, വീട്ടുകാര് മാത്രമല്ല, നാട്ടുകാര് മാത്രമല്ല, പടച്ചവനെ ഒരു നാട് മുഴുവനും അവിടെ നിന്ന് പറയുകയാ. എവിടെ നോക്കിയാലും ആയിഷ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കേട്ട് മടുക്കുകയാ. പ്രവാചകൻ എവിടെ പോയാൽ ആയിഷ ബീവിയെ കുറിച്ച് പറയുന്നതാണ് കേൾക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ആയിഷ. വീടിനകത്ത് തകർന്ന് കരന്നുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്.
നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കൂ. പടച്ചവനെ, ആയിഷാനെ അള്ളാന്റെ റസൂൽ ഇറക്കി വിട്ടതല്ല, സംശയമുള്ളത് കൊണ്ടല്ല. നിനക്ക് സമാധാനം കിട്ടാ വീട്ടിൽ പോയിരിക്കൂ, അള്ളാഹു തീരുമാനമെടുക്കട്ടെ. പടച്ചവനെ, ആയിഷ ബീവിക്കെതിരായിരുന്നു തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. എന്നാലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കുറച്ചു ദിവസം സമാധാനം കിട്ടാൻ നീ നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. വാപ്പാനെ കണ്ടപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ മുത്തുനബിയുടെ ഭാര്യയാണ്. ഞാൻ വ്യഭിചരിക്കുമോ? ഞാൻ എങ്ങനെ വ്യഭിചരിക്കുമെന്ന് എന്റെ ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങൾ മിണ്ടിയില്ല. വീട്ടിലേക്ക് ചെല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നുണ്ട് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, മക്കളുടെ കണ്ണ് നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത ഉമ്മയുണ്ടല്ലോ. ആയിഷാ ബീവി ഓടിച്ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, ഉമ്മ, ഞാൻ നിരപരാധിയാ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ. ആയിഷയോട് ഉമ്മ പറയുന്നു, മോളെ ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ. തകർന്നു പോയി ആയിഷ. ആ പെണ്ണുണ്ടല്ലോ, ആ ചെറിയ പ്രായക്കാരിയായ ആയിഷ ബീവി ഉണ്ടല്ലോ, വീടിനകത്തേക്ക് കേറി പെണ്ണേ നരമ്പ് മുറിച്ചില്ല, തൂങ്ങാൻ തയ്യാറായില്ല, തോക്കാൻ തയ്യാറായില്ല. ഒരു നാട് മുഴുവനും തന്നെ തെറ്റുകാരിയാണെന്ന് മുദ്ര കുത്തിയപ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പെൺകുട്ടിയുണ്ടല്ലോ, വീടിനകത്ത് കയറി റൂമിനകത്തിരിക്കാൻ തുടങ്ങി. പടച്ചവനെ, ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും സുബഹിയുടെ നിസ്കാരം കഴിയുമ്പോ ആയിഷ ബീവി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ? മുത്തുനബി വരുന്നുണ്ടോ? ആഴ്ചകളോളം കഴിയുകയാണ്. അവസാനം ഒരു ദിവസം നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ, ഇറങ്ങി ഓടുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, ഓടിച്ചെന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹ് പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹ് പറഞ്ഞു. റസൂലുള്ളാഹ് പറഞ്ഞു, ആയിഷ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് വന്നു. ആയിഷ കെട്ടിപ്പിടിക്കുകയാണ്, റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, എന്തേ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി പറയുകയാ, എനിക്കുറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിന്റെ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത്ര ഉറപ്പിച്ചു പറഞ്ഞപ്പോ റസൂലുള്ളാഹ് ചോദിക്കുകയാ, എങ്ങനെയാ ജിബ്രീലിനെ വിളിച്ചിറക്കിയത്? 7 ആകാശം കടന്ന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഖുർആനിന്റെ ആയത്തുമായി പടച്ച റബ്ബിന്റെ സഹായം നീ എങ്ങനെയാ നേടിയത്? എങ്ങനെയാണ് നീ നേടിയത്? യാ റസൂലല്ലാഹ്, ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഈ വീടിനകത്തിരുന്നത്? എങ്ങനെയാ മോളെ ആയിഷ നീ ഇങ്ങനെ ക്ഷമിച്ചത്? നിന്നെ കൊണ്ട് എങ്ങനെയാ ഇത് ക്ഷമിക്കാൻ കഴിഞ്ഞത്? എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ എങ്ങനെയാണ് നീ പിടിച്ചു നിന്നത്? ആ സമയത്താണ് ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, നിസ്കാരപ്പായിലിരുന്നിട്ട്
ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. നെഞ്ചു പൊട്ടുമ്പോ, കണ്ണ് നിറയുമ്പോ, സഹിക്കാൻ കഴിയാതെ വരുമ്പോ, കണ്ണിലൂടെ കണ്ണുനീരൊഴുകുമ്പോ ഞാൻ പറഞ്ഞത് എന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി. ആയിഷ ബീവി റളിയല്ലാഹു തആല നിസ്കാരപ്പായിലിരുന്നിട്ട് പറഞ്ഞത് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പറഞ്ഞത് ഈ ദിക്റായിരുന്നു, പറഞ്ഞത് ഈ ദിക്റായിരുന്നു. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, ഒരാളുടെ ഹൃദയത്തിൽ അല്ല കേറിക്കഴിഞ്ഞാൽ, അല്ല ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ, എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് പറയുന്ന മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ല നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ മനുഷ്യ നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾക്ക് അധികാരമില്ല, നമ്മൾക്ക് ആൾബലമില്ല, പടച്ചവനെ നമുക്ക് ഒത്തൊരുമയില്ല, ഒന്നുമില്ലെങ്കിലും നീ എന്തിനാ പേടിക്കുന്നത്? അല്ല നിന്റെ കൂടെയുണ്ടല്ലോ. രണ്ടാമതായിട്ട് വേണ്ടത് തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറയുന്നവന്റെ കൂടെ അള്ളയുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പൗരത്വ ബില്ല് വന്നാലും, ഏക സിവിൽ കോഡ് വന്നാലും, ഇവിടെ എന്തൊക്കെ വന്നാലും ആര് നമ്മുടെ കൂടെയുണ്ട്? അല്ല നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും വലിയ ടെൻഷനില്ല. ഉസ്താദെ നമ്മൾ എങ്ങോട്ട് പോകും? ഉസ്താദെ എങ്ങോട്ട് പോകും? വീട്ടിൽ പോകണം. ഓടിപ്പോയി. നമ്മളെന്തായാലും എങ്ങോട്ട് പോകാനുള്ളത്? ഇവർ പറയുന്നത് നമ്മൾ ഈ രാജ്യത്തിലുള്ളവരല്ല എന്ന. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശരി, നമ്മുടെ വീട് ഇവിടാണോ? നമ്മുടെ വീട് ഇവിടാണോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നമ്മുടെ നാടിതാണോ? നമ്മുടെ തറവാടേതാ? നമ്മുടെ തറവാടേതാ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? പറചങ്ങാതി, നിന്റെ ഉപ്പുപ്പ ആയ ആദൻ നബി എവിടാ ജീവിച്ചേ? ആദൻ നബി എവിടാ ജീവിച്ചേ? എന്തിങ്ങനെ എന്നെ നോക്കണേ? ആദൻ നബി എവിടാ ജീവിച്ചേ? ഉമ്മുമ്മയല്ലേ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ ഉപ്പുപ്പായി ഉമ്മുമ്മായി എവിടാ ജീവിച്ചത്? ഞാൻ എന്റെ വല്ലം പറ മനുഷ്യ, എവിടാ ജീവിച്ചേ? സ്വർഗത്തിൽ ഇല്ലേ? പറ, സ്വർഗത്തിലല്ലേ? നമ്മുടെ തറവാട് അതല്ലേ? അങ്ങോട്ട് പോകേണ്ടവരാ നമ്മൾ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിവിടെ പേടിയാ ഉസ്താദെ, എല്ലാം പോവല്ലോ ഉസ്താദെ, എന്ത് ഈ ഉസ്താദെ, 2 നില വീട് പണിതിട്ടുണ്ട്, ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇതൊക്കെ കളഞ്ഞിട്ട് എവിടെ പോവാനാ? വലിയ ബേജാറ്, വലിയ ബേജാറ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടിക്കണം നമ്മൾ, നമ്മളെ പേടിപ്പിക്കും അല്ലാഹ്. അല്ലാഹു തന്നെ ചോദിക്കുന്നുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ വെറുതെ പോകാമെന്ന് നീ കരുതിയോ? അല്ലാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ, എടാ സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് നീ കരുതിയോ? ഇല്ലടാ. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, അനുഭവിക്കണം നീ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയും. മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലി ചതയ്ക്കുമ്പോഴും കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കൊടുക്കാതെ ഇവിടെ കിടന്ന് കാഫിറായിട്ട് ചാകട എന്ന് പറഞ്ഞ് ബിലാൽ തങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോൾ
വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പം ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ടുവന്ന് ബിലാല് തങ്ങളുടെ മുഖത്തേക്ക് ഒഴിക്കുമ്പോഴും ബിലാല് തങ്ങൾ വിളിച്ചു പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇത് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല. ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് തലകീഴായി ജീവനോടെ തീക്കകത്ത് തലകീഴായി നിർത്തി തന്റെ ഭർത്താവിന്റെ ശരീരത്തിലൂടെ പച്ച ഇറച്ചി ഇങ്ങനെ കരിയുകയാ. തീ വെന്തിട്ട് തലയിലൂടെ രോമങ്ങളിലൂടെ ശരീരം മുഴുവനും തീ കൊണ്ടിട്ട് ഷവായി ഉണ്ടാക്കുന്നത് പോലെ അല്ലാഹുവേ പടച്ചവനെ സുമയ്യ ബീവിയുടെ ഭർത്താവിനെ ജീവനോടെ കത്തിക്കുമ്പോ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് ഭർത്താവിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് തല്ലിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിൽ മണലുവാരിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിലെ തീ അണച്ച് തൻ്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുമ്പോൾ ആസിയ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തു, ഇവന്മാര് കൊന്നാലും അള്ളാനെ കൈവിടരുത്. ഇവന്മാര് നമ്മളെ കൊന്നാലും അല്ലാഹു അഹദ്, നമുക്ക് സ്വർഗമുണ്ട്, തോറ്റുകൊടുക്കരുത്. അബൂജഹൽ കടന്നു വന്നിട്ട് സുമയ്യ ബീവിയെ ചവിട്ടി തറയിലിട്ടു. കഴുത്തിൽ തലയിൽ തൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് കാല് വെച്ചിട്ട് സുമയ്യ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു അഹദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ, മലർത്തിക്കടത്തിയിട്ട് കുന്തമെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു അഹദ്. ഇത് പിരിക്കാനുള്ള ചരിത്രമല്ല, ഇത് കോരിത്തെരിപ്പിക്കാനുള്ള ചരിത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളാ. ഇതൊക്കെയാണ് ഇവര് കിടക്കുന്ന സ്വർഗവ. ഈ കല്ലിങ്കാലുകാരായ നിങ്ങളും അള്ളാഹിനോട് ചോദിക്കണത്, അവര് പോണ സ്വർഗത്തിലാ നമ്മളും പോകണ്ടേ? നമുക്കെന്ത്? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുമ്പോ മക്കയിൽ നിന്ന് പീഡനം സഹിക്കാൻ കഴിയാതെ സഹാബികൾ മദീനത്തേക്ക് ഹിജറ പോയപ്പോ മക്കക്കാര് പറഞ്ഞുടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീയോ അള്ളായും പൊക്കോളാൻ. എന്തേ പറഞ്ഞേ? എടാ, ഈ നാട്ടിൽ ഉണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ മതവും പൊക്കോടാ എന്ന് പറഞ്ഞപ്പോ നിന്റെ ഒന്നും എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് ഉടുതുണിയും വെച്ചുകൊണ്ട് മദീനത്ത് പോയവരാ സഹാബത്ത്. നമ്മളോട് പറയുന്നു വീട് പോകും പറമ്പ് പോകുമെന്ന് പറയുമ്പോഴേ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങി, നമ്മൾ പേടിക്കാൻ തുടങ്ങി. സഹോദര, ചിന്തിക്ക്, നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാ. നമ്മൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും എങ്കിലെങ്കിൽ ഇത് നേരെ ആവത്തുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നേരെയാകണമെങ്കിൽ അത് കള്ളമാകത്തില്ലല്ലോ. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിരട്ടലുകൾ 4 ഭാഗത്ത് നിന്നും നടക്കും. 4 ഭാഗങ്ങളിൽ നിന്നും കൊല്ലും, കരിക്കും, വെട്ടും എന്നൊക്കെ പറഞ്ഞ് പലരും വരും. നമ്മൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. നമ്മളിങ്ങനെ ഓലപ്പടക്കങ്ങളൊക്കെ കാണിക്കുമ്പോഴേ വരണ്ടു തുടങ്ങിയ ഇനി അമുട്ടൊക്കെ വരുമ്പോ എന്ത് ചെയ്യും സഹോദര? ഇനി വലുതൊക്കെ വരാനുള്ളതല്ലേ ഉള്ളൂ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ അല്ലാഹ് ആരാന്ന് മനസ്സിലാക്ക്. പേടിച്ചോടല്ലേ, കയ്യാലി വിറയ്ക്കല്ലേ. നിങ്ങൾ അല്ലാഹ് ആരാന്ന് മനസ്സിലാക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് ഹിജറ പോകുകയാണെന്ന് അറിഞ്ഞപ്പോ ശത്രുക്കൾ മുഴുവനും വാളുവെടുത്തു കൊണ്ടുവന്നിട്ട് മുത്തി നബിയുടെ വീട് വളഞ്ഞു. ഇറങ്ങുമ്പോ വെട്ടിക്കൊന്നേക്കണം. ആരാണോ കാണുന്നത് അപ്പൊ തന്നെ വെട്ടിക്കൊള്ളണം. എല്ലാവരും വാള് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാ. വീടിനകത്താണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മുത്തു നബി ചോദിച്ചു, അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളുടെ ധൈര്യം പഠിക്കേണ്ടത്. ഞാൻ ഇവിടെ കിടക്കും നബി, എനിക്കെന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്ന സ്ഥലത്ത് അലിയാര് തങ്ങളെ കിടത്തി. പ്രവാചകൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായപ്പോ അല്ലാഹ് ആരാന്ന് പഠിക്കണം മുസ്ലിം. ആദ്യം നിനക്ക് ഇതുവരെ അല്ലാഹ് തിരിഞ്ഞിട്ടില്ല, അല്ലാഹ് ആരാണെന്ന് നീ പഠിക്ക്. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ
ഒരു പിടി മണ്ണ് വാരണം, ഒരു പിടി മണ്ണ് വാരണം. കയ്യിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ ഖുർആൻ പറയുന്നു. മുത്തുനബിയോട് പറഞ്ഞു, നബിയെ യാസീനിലെ ഈ ആയത്ത് ഓതണം, എന്നിട്ട് മണ്ണിലൂതണം. മണ്ണിലൂതിയിട്ട് വാതില് തുറക്കണം, ഒറ്റ ഏറെറിയണം, ഇറങ്ങിപ്പൊക്കോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തിയിട്ട് ജിബ്രീൽ AK-47 അല്ല കൊണ്ടുകൊടുത്തത്. ആദ്യം മനസ്സിലാക്കട പൊട്ട. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബോംബും അമുട്ടും തോക്കും ഒന്നുമല്ല കൊടുത്തേ. ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു. അതിനകത്ത് എന്താ ഉള്ളേ? ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുർആനിലെ യാസീനിലെ ഒരു ആയത്തോതണം, വാതില് തുറന്നെറിയണം, എന്നിട്ട് അവന്റെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പോയില്ലേ? അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ആ വധം മനസ്സിലാക്കണം. ഇതാ അള്ളാഹ്, ഇതാണ് അള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാഹനവുമായിട്ട് കാത്തു നിൽക്കുകയാ. അവസാനം റസൂലുള്ള ചോദിച്ചു, അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ റെഡിയാ നബി, എല്ലാം റെഡിയാക്കി നിൽക്കുക. വരുന്നുണ്ടോ? ചാടി കൂടെ കയറി. രണ്ടുപേരും കൂടെ പോകുന്ന വഴിയിലാണ് ശത്രുക്കൾ അറിഞ്ഞ് ഓടാൻ തുടങ്ങി. നാലാ ഭാഗങ്ങളിലും കണ്ട കൊല്ലാൻ ഓർഡറിട്ടു. ജനങ്ങൾ മുഴുവനും ഓടുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗറ ഗുഹയ്ക്കകത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിറയ്ക്കാൻ തുടങ്ങി. കയ്യും കാലും വിറയ്ക്ക, പേടിച്ചിട്ട് വിറയ്ക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറെ വിറയ്ക്കണേ? നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം എന്താ ഇതിനകത്ത് അടിക്കുക? എന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. അവനൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കും. ആ സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇത് ഖുർആൻ പറഞ്ഞതാ, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അബൂബക്കറെ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, മൂന്നാമനായിട്ട് അല്ലാഹു ഉണ്ടല്ലോ. അതാ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ അബൂബക്കറെ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ആ മുകളിൽ നിൽക്കുന്നവൻ തന്റെ കാലില് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്ക, അല്ല നമ്മുടെ കൂടെയുണ്ട്, പിന്നെ എന്തിനാ പേടിക്കണേ? അവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ച പോരാ, അല്ല തീരുമാനിക്കണം. അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, മുസ്ലിമാണോ, ഈമാനുണ്ടോ, അല്ലാഹയെ വിശ്വാസമുണ്ടോ, അല്ല മതി നിനക്ക്. അല്ല നിന്റെ കൂടെയുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നിനക്ക് ഇത്ര പേടി എന്താ മനുഷ്യൻ? ഞാൻ അതാ ചിന്തിക്കണേ. നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ജനിച്ചപ്പോ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുവോ? മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് ഇഖാമത്തും വിളിക്കാറുണ്ടോ? ഇല്ല. നീ ജനിച്ചപ്പോ തന്നെ അത് വിളിച്ചു വെച്ചിരിക്കുകയാ. പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ 5 നേരം ബാങ്കും കൊടുക്കും, ഇഖാമത്തും കൊടുക്കും. പക്ഷെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് ബാങ്കും വിളിക്കൂല, ഇഖാമത്തും കൊടുക്കൂല. അതുള്ളത് നീ ജനിച്ചപ്പോ തന്നെ. ഒരു ചെവിയിൽ ബാങ്ക്, അടുത്ത ചെവിയിൽ ഇഖാമത്ത്. കാരണം നീ മരിച്ചാ ഇത് വിളിക്കാൻ സമയമില്ല, കുളിപ്പിച്ചു കുഴിച്ചിട്ടോണം. ഇതാ നമ്മുടെ ജീവിതം. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ നേർച്ചക്കോഴികളെ പോലെ നടക്കണം. നമുക്ക് എന്താ പേടി? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതിനാ പേടിക്കണേ? അല്ല നമ്മുടെ കൂടെ ഇല്ലേ ചെറുപ്പക്കാരാ? മോനെ, അല്ല കൂടെ ഉണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട, ഒരു പേടിയും വേണ്ട. ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അല്ല മതി നമുക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ പറയാൻ എളുപ്പാട്ടാ, പറയാൻ എളുപ്പമാ. പക്ഷെ അത് ജീവിതത്തിൽ ഹൃദയത്തിൽ ഉറയ്ക്കണമെങ്കിൽ എന്തു പറയണം? തവക്കൽതു അലല്ലാഹ് പറയണം. പെങ്ങളെ പറയാൻ എന്താ പറ്റി? വയ്യ, സുഖമില്ലാത്ത ആൾ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറയടോ ചങ്ങാതി.
അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ആ ഉപ്പയ്ക്ക് സുഖമില്ലാതെ വയല് കേൾക്കാൻ വന്നു. ആരോഗ്യമുള്ളവൻ വീടിയും വലിച്ച് വെളിയിൽ നിൽക്കുന്നുണ്ട്, സോഡാ നാരങ്ങ അടിച്ചിട്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. പഠിച്ചവന് പിന്നെ പ്രായമുള്ളവരെ കുറിച്ച് പറയണ്ട, ചെറുപ്പക്കാരെ കുറിച്ചൊന്നും ഒന്നും പറയണ്ട. ഇപ്പൊ വീടിയൊന്നും ഇല്ലെന്നേ. ഉണ്ടോ? കള്ളുകൂടിയുണ്ടോ? കള്ളുകൂടിയില്ല, കള്ളില്ല, വാറ്റിയാരായമില്ല, വീടി വലിയില്ല, സിഗരറ്റ് വലിയില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഉള്ളത് മറ്റേത് ഇങ്ങോട്ട് അകത്ത് വെച്ചിട്ട് കറങ്ങി നടന്നാൽ മതി. ഇപ്പൊ ചെറിയ ഗുളിക കിട്ടും, വായു ഗുളിക പോലൊരു സാധനം ഉണ്ട്. അതടിച്ചിട്ട് ഇങ്ങനെ നടക്ക, കറങ്ങി 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 എന്തെങ്കിലും പറഞ്ഞവനെ കറക്കിക്കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പം എല്ലാം ചെറുത്. നിങ്ങളൊക്കെ വലിയ ആള്, നിങ്ങൾ വീടി വലിക്കണം. വലിയ ആൾക്കാരൊക്കെ സിഗരറ്റും വീടിയൊക്കെ വലിക്കുമ്പോൾ ചെറിയ 20 താഴെ പ്രായമുള്ളവർ, 25 താഴെ പ്രായമുള്ളവരൊക്കെ അടിക്കുന്നത് കൂടിയ സാധനമാണ്. നിങ്ങളൊന്നും അടിച്ചിട്ട് പോലും ഇല്ല. വീടി വലിച്ചാലും കള്ളു കുടിച്ചാലും അത്രയും പവർ കിട്ടൂല. അതിനേക്കാളും വലിയ പവർ ഉസ്താദ്. അതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താണെന്ന് അറിയില്ല. എന്തൊരു ആരോഗ്യ ഉസ്താദ്, എന്തൊരു ആരോഗ്യം, എന്താ ചെയ്യണമെന്നറിയില്ല. ആരെ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നോട് പറഞ്ഞു ഉസ്താദ് അതിനെക്കുറിച്ച് പറയണമെന്ന്. എനിക്ക് ജീവനോടെ തിരിച്ചു പോകണം, അതുകൊണ്ട് ഞാനൊന്നും വേണ്ടുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളഞ്ഞിട്ടടിച്ചാലോ? നമുക്ക് പേടിയാ. നമ്മൾ ആലോചിക്കേ, നമുക്ക് ചിരിക്കേണ്ട വാപ്പ നിന്റെ മോനും ഉണ്ടോന്ന് നീ ആലോചിക്ക്. ഏതെങ്കിലും ഒരു വാപ്പാടെടുക്കൽ ആരെങ്കിലും പോയിട്ട് പറയുന്നു, ഉപ്പ നിങ്ങളുടെ മോൻ മറ്റേ ടീമിലുണ്ട് കേട്ടോ. എൻ്റെ മോനോ? പോടാ മറി. ഇല്ല, എൻ്റെ മോനോ? മലക്ക എൻ്റെ മോൻ. അവൻ അങ്ങനെയൊന്നും ചെയ്യൂല. അവസാനം പോലീസ് വെക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഞങ്ങളുടെ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ റോഡിൽ നിന്നിട്ട് വീടി വലിക്കുക. ചെറിയൊരു കുട്ടി, ചെറിയൊരു പയ്യൻ പരസ്യമായിട്ട് വീടി വലിക്കുന്നത് കണ്ടപ്പോ ഒരാള് പോയിട്ട് ആ കുട്ടിയുടെ വാപ്പാനോട് പറഞ്ഞു, നിങ്ങളുടെ മോൻ ആ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് വീടി വലിക്കുന്നു. പള്ളിയുടെ മുന്നിൽ അത്രയും പ്രായമുള്ളവരുടെ മുന്നിൽ നിന്നിട്ട് പരസ്യമായിട്ട് വലിക്കാൻ പറ. എന്തിനാ ഇങ്ങനെ പരസ്യമായിട്ട് വലിക്കുന്നേ എന്നൊന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. അപ്പൊ വാപ്പ പോയ ആളോട്, നിങ്ങൾ അവനോട് എന്റെ മുന്നിൽ ഇരുന്ന് വലിക്കല്ലേ എന്ന് പറയാൻ. അവൻ വാപ്പാടെ മുന്നിൽ ഇരുന്ന് വലിക്കുക. ഇതാ അവസ്ഥ. ഇതാണ് ഇന്നത്തെ യുവത്വത്തിന്റെ അവസ്ഥ. എന്നോട് പറഞ്ഞു ഉസ്താദെ പ്രസംഗിക്കാൻ. ഞാൻ എന്ത് പ്രസംഗിക്കാനാ? സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാ എനിക്ക്? പാപ്പായ്ക്കും ഉമ്മായ്ക്കും ഇല്ലല്ലോ ഉത്തരവാദിത്തം. എടാ, പണ്ടുള്ള കുട്ടികൾ 8 മണിക്ക് മുമ്പ്, മഗ്‌രിബിന് മുമ്പ് വീട്ടിൽ കയറും അല്ലേ? മഗ്‌രിബിന് മുമ്പ് കൂടിപ്പോയ ഇശാ നിസ്കാരം കഴിയും. 8 മണി 8:30 വീടിനകത്ത് ആണും പെണ്ണും കയറിയിട്ട് ഹാജറിൽ ഒപ്പിട്ടിരിക്കണം. ഇന്നോ 12 മണിക്ക് 1 മണിക്ക് ഇതിലെ തേരാപ്പാര നടക്കും. 50 വയസ്സുകാരനല്ല. കാരണം ഉമ്മാനോട് ചോദിച്ചാൽ പറയും ജോലിക്ക് പോയതാ, രാത്രി ജോലി. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം 5-6 പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ട്, വീട് വെക്കണമില്ലേ? അതുകൊണ്ട് സഹോദര സഹോദരി, വെറുതെ പ്രസവിച്ചാൽ മാത്രം പോരാ, അതിനെ പോറ്റാൻ കൂടെ പഠിക്ക്. മക്കളെ നന്നാക്ക്. നിനക്ക് സമയമില്ല മോന്റെ കാര്യം നോക്കാൻ. മോൻ മുടിയും വളർത്തി പറവയെ പോലെ നടക്കുന്നു. ഇന്ന് വരെ നീ പറഞ്ഞിട്ടുണ്ടോ വെട്ടാൻ? പെണ്ണ് കെട്ടടാന്നാ പറയണ അവൻ്റെ അടുത്ത്. നാലിച്ചയ്ക്ക് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭർത്താവെങ്ങാണം മക്കളെ ഉപദേശിച്ച ഉമ്മ കയറിയിട്ട് ഇടയ്ക്ക് നിന്നിട്ടും വേണ്ട 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 വേണ്ട, എൻ്റെ പൊന്നു മോൻ അവനെ ഒന്നും ചെയ്യരുത്. നാളെ നിന്റെ നെഞ്ചത്ത് അവൻ കയറി നിൽക്കും പരലോകത്ത്. അള്ളഹാനോട് പറയും, പടച്ചവനെ കാല് പൊള്ളുന്നു, അല്ല എൻ്റെ ഉമ്മച്ചിയെ ഒന്നും മലത്തി കടത്തിത്താ, നെഞ്ചത്ത് തന്നെ ഞാൻ നിൽക്കുക. അല്ല, എന്നെ നശിപ്പിച്ചത് ഈ തള്ളയാ. എന്നെ കള്ള പിടിച്ചിർത്തും വാപ്പ. വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ മക്കള് തന്നെ അള്ളഹാനോട് പറയും, എന്നെ നശിപ്പിച്ചത് ഇവരാ. ഞാൻ ചെറുക്കനാപ്പാ, ചെറിയ കുട്ടിയാ. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഉപദേശിക്കേണ്ടത് ഇവരല്ലേ? ഞാൻ വാശി കാണിക്കും. മുടിവെട്ടി നടന്നു. സിനിമയുടെ സ്റ്റൈലുകൾ കണ്ടപ്പോ, എല്ലാരും മുടിവെട്ടുന്ന കണ്ടപ്പോ ഞാനും വെട്ടി. വീട്ടിൽ ചെന്നപ്പോ ഇവരെന്നോട് വെട്ടാ, മുടി പോയി വെട്ടിട്ട് പാടാ. ഞാൻ കരഞ്ഞപ്പോ ഇവര് പറഞ്ഞു, പോട്ട മോനെ നടന്നോളാം ഇങ്ങനെ തന്നെ. അള്ളാഹുടെ മുന്നിൽ പിടിച്ചു നിർത്തുമ്പോ അവിടെ വെച്ച് കാണാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ യുവത്വത്തിന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് മതിയായവനാകും. ജീവിതത്തിൽ തവക്കൽതു അലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അള്ള നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നമ്മൾ ആരെയും പേടിക്കണ്ട. നമുക്ക് അള്ളാഹു തന്നെ സർവ്വതും സാധിച്ചു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. 10 മണിയായില്ലേ? വാച്ചിൽ നോക്കുമ്പോൾ തന്നെ ചിലരിങ്ങനെ നോക്കും, എന്നെയും നോക്കും. വാച്ചിലും നോക്കുന്നു, എന്നെയും നോക്കുന്നു. ചിലർ കോട്ടുവായിട്ട് കാണിക്കുന്നു, ഉസ്താദെ ഉറങ്ങാറായെന്ന്. 10 മണിയായി, എന്ത് വേണം? പറയടോ, എന്ത് വേണം? എനിക്ക് നാളെ ഇനി മലപ്പുറത്താ പരിപാടി, വേറെങ്ങും പോകാനില്ല. എന്ത് വേണം? 11:12 ലേലം വിളി വല്ലതും ഉണ്ടോപ്പാ? ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്.
ഒരമണിക്കൂറോടെ പൊക്കൂടെ? അരമണിക്കൂറോടെ പൊക്കൂടെ? ഇതെന്താ ഇപ്പൊ മാസ്ക് ഇട്ടിട്ട് എനിക്കൊന്നും കേൾക്കണില്ല, പറയൂ. ഇരുന്നൂടെ? എന്തായാലും ഇൻഷാ അല്ലാ നാളെ എത്ര മണിക്കാ റാത്തീബ്? 10 ചോറൊക്കെ ഉണ്ടോ? എങ്ങനെ ബിരിയാണിയാ? അള്ളാഹുവേ, ഇങ്ങനെ ആയോ? പൂച്ച നല്ല ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്ന നാടല്ലേ ഇപ്പൊ എന്താ എന്ത് തേന എന്താ? സുബ്ഹാനല്ലാഹ്. സാധാരണ ഇങ്ങനത്തെ മജ്ലിസിന്റെ ലാസ്റ്റ് ദിവസമല്ലേ ഇതൊക്കെ കൊടുക്കുന്നത്. അല്ലാഹു അഅലം. അപ്പൊ ഇവർക്കൊന്നും ഒന്നുമില്ല, പാവമില്ലേ? വയത് കേൾക്കാൻ വരുന്നവരെ കേട്ടിട്ട് വെക്കണം. മാറ്റമൊക്കെ വരുത്തണം കേട്ടാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു കോവിഡ് ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു കേട്ടാ. എന്തിനും ഒരു കോവിഡിന്റെ പേരുള്ളത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ശരി, ആഖിറം കൂടെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം അല്ലാഹ് പറയുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന 3ാമത്തെ കാര്യം എന്താ? 3ാമതായി പടച്ചറപ്പ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഇന്നമ സുൽത്താനു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം, മക്കളുള്ള ഉമ്മമാര് കേട്ടോ, കൊച്ചുമക്കളുള്ള ഉമ്മമാര് കേട്ടോ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, പിശാചിന്റെ ഉപദ്രവങ്ങളുണ്ടല്ലോ, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുണ്ടല്ലോ, ആ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആരാണോ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് അവനെ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മദ്രസയിലേക്ക് മക്കൾ പോകുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ധൈര്യമായിട്ട് പൊക്കോ. സ്കൂളിലേക്ക് പോകുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ധൈര്യമായിട്ട് പൊക്കോ.